ശ്രീ ആർ വി ബാബു ടെലിഫോണിലായിരുന്നു. ശ്രീ ആർ വി ബാബു, ഇവിടെ മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട മട്ടാണ് ADGPയുമായി ബന്ധപ്പെട്ട്. കാരണം അദ്ദേഹം നൽകിയ റിപ്പോർട്ടിന്മേൽ ഒരു തുടരന്വേഷണം എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ ചില സംശയങ്ങൾ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ ഈ അന്വേഷണം, തുടരന്വേഷണം എന്ന് പറയുന്നത് അതിന്റെ കൂടി സൂചനയായി കണ്ടുകൂടെ? മുഖ്യമന്ത്രിക്ക് ADGPയിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് RSSനെ സംബന്ധിച്ച് എന്താ വിഷയം? മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ADGPയിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്താലൊന്നും ഇവിടെ ബാക്കി RSSന് മാത്രമല്ല ബാക്കി പൊതുസമൂഹത്തിന് എന്താ ഇതിനകത്ത് വിഷയം? ഈ വിഷയത്തില് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ RSSന്റെ നേതാവിന്റെ മൊഴിയെടുക്കുന്നൊക്കെ ഇങ്ങനെ കേട്ടു. ഏത് വകുപ്പനുസരിച്ചിട്ടാണ് ഈ മൊഴിയെടുക്കുന്നത്? നിയമത്തിൽ എന്താ അതിന് സംവിധാനം ഉള്ളത്? ഇവിടെ ആരെങ്കിലും കാണുന്നത് കുറ്റകരമാണോ? പരസ്പരം തമ്മിൽ കാണുന്നതും കൂടിക്കാഴ്ച നടന്നതും കുറ്റകരമായിട്ടുള്ള നാടൊന്നുമല്ലല്ലോ ഇത്. ഇപ്പോൾ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി കുറെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അതിന്റെ ഒരു മറവിൽ അല്ലെങ്കിൽ ഒരു മറ സൃഷ്ടിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക, ഇതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോ ഈ കഴിഞ്ഞ വയനാട് വിഷയം മുതലുള്ള ഇങ്ങോട്ടുള്ള വിഷയത്തിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഇന്ന് മറച്ചു പിടിക്കാനായിട്ട് നിസ്സാരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ കൊണ്ടുവരിക. ഇതിൽ തന്നെ ഇപ്പോ പൂരം ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം. നമുക്കറിയാം CPM ഭരിക്കുന്ന സർക്കാരാണ്. അവിടെ ആ ഭരണത്തിൽ ഉള്ള ഒരു ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അവരെ കണ്ടു. അതും ഈ തൃശ്ശൂർ പൂരത്തിന് തൊട്ട് മുൻപ് എന്ന് പറയുന്നത് സർക്കാരിനും CPMനും ഈ മുഖ്യമന്ത്രിക്കൊക്കെ ദഹിക്കുമായിരിക്കും. പക്ഷേ അവരുടെ അണികൾക്കും മറ്റു നേതാക്കൾക്കും ഒക്കെ ദഹിക്കുന്ന ഒരു കാര്യമാണോ? പ്രത്യേകിച്ചും RSSനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന ഒരു സംഘടന. ഈ തൊട്ട് മുമ്പ് കണ്ടു എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയാണോ? നിങ്ങളിപ്പോഴൊരു മാധ്യമങ്ങൾ വാർത്ത ജനങ്ങളോട് പറയുമ്പോൾ തൊട്ട് മുമ്പാണോ കണ്ടത്? അതേ അതുമായി ബന്ധപ്പെട്ട് തന്നെയെന്നാണ് ആരോപണം ഉയർന്നത്. അതെ, 2023 കണ്ട കാര്യമാണ് ഈ പറയുന്നത്. 2023 കഴിഞ്ഞ് 2024 ഈ പൂരത്തിന്. അപ്പൊ ഒരു വർഷം മുമ്പ് പൂരം കലക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ഇത്രയും ബാലിശമായ ഒരു വിഷയം എടുത്ത് നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ അപഹാസ്യമാവാൻ നിൽക്കരുത്. അല്ല, അങ്ങനെയല്ല സാർ. ഇതൊരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? പ്രധാനമല്ലേ? പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന് സംശയമുണ്ടെന്നുള്ളതല്ലേ? സർക്കാർ അന്വേഷിക്കുന്നതിന്റെ കാര്യം എന്താ? സർക്കാർ ഈ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പരാജയം മറച്ചു വെക്കാൻ ഇപ്പോൾ കോൺഗ്രസും ആരോപിക്കുന്നു. എന്താണ് കാരണം? മുരളീധരൻ അവിടെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പക്ഷെ കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ട് എന്താണ്? മുരളീധരനെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് എന്താണ്? ആ അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയും പൂരമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. പാർട്ടി ഓഫീസിലുണ്ടായ കലാപം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടി ഓഫീസിൽ കലാപം നടത്തിയത് പൂരമായിട്ട് ബന്ധപ്പെട്ടല്ലോ. അവിടെ നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ മുരളീധരന് പാലം വലിക്കുന്നു. പത്മജ വേണുഗോപാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പത്മജ വേണുഗോപാൽ രാജിവെച്ച സമയത്ത് തന്നെ. അപ്പോൾ അത് കോൺഗ്രസിനകത്ത് സംഭവിച്ചു. സുനിൽകുമാർ 3ാം സ്ഥാനം 2ാം സ്ഥാനത്തേക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന കാരണം എന്താ? സുനിൽകുമാറിന്റെ പാർട്ടിക്കകത്തുള്ള വോട്ടുകൾ, CPM അടക്കമുള്ള പാർട്ടി വോട്ടുകൾ എങ്ങനെയാണ് BJPയിലേക്ക് ഒഴുകിപ്പോയത്? ഇതിനൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി വിശകലനം ചെയ്യാതെ ഈ വിഷയത്തിൽ പൂരം അല്ലെങ്കിൽ ADGP എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കിപ്പോ ADGPയെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു കാര്യമില്ല. ADGPയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഒന്നും വെച്ച് കാത്തു സൂക്ഷിക്കുന്നവരല്ല ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് ADGP വിഷയത്തിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മൊഴിയെടുക്കുകയോ ചെയ്താലൊന്നും ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല. RSS ഇത്തരം കാര്യങ്ങളിൽ അകന്നു നിൽക്കുന്ന ഒരു സംഘടനയാണ്. ശരി, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ADGP മാത്രമാണോ കണ്ടിട്ടുള്ളത്? ജില്ലാ കളക്ടർമാര്, ചീഫ് സെക്രട്ടറിമാര് RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ. അന്നൊന്നില്ലാത്ത എന്താ പ്രശ്നം ഇപ്പോ? അപ്പൊ ഇതൊക്കെ ആസൂത്രിതമായി ഉണ്ടാക്കുന്ന ഒരു കുപ്രചരണമാണ്. ആ കുപ്രചരണത്തിൽ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും വിഡ്ഢിവേഷം കെട്ടി കുറെ ആൾക്കാർ ഇങ്ങനെ പ്രചരണം അഴിച്ചുവിടുന്നു എന്നുള്ളതൊക്കെയാണ് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് ഉള്ള ബോധ്യം. ശരി, ആ കാര്യമാണ് എനിക്ക് ഈ കാര്യത്തിൽ. നന്ദി ശ്രീ ആർ വി ബാബു, താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ഇത് എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പൂരം കലക്കലിൽ വീണ്ടും തുടരന്വേഷണം ഉണ്ടാകും. ഒപ്പം ADGP RSS നേതാക്കളെ കണ്ടതിലും അന്വേഷണം ഉണ്ടാകും. അങ്ങനെ അന്വേഷണം ഇപ്പോൾ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. പക്ഷെ അപ്പോഴും പ്രതിപക്ഷത്തിന് ആ അന്വേഷണത്തിലൊന്നും വിശ്വാസമില്ല. അവർ പറയുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും RS ജനറൽ സെക്രട്ടറി ദത്താത്രേയ മഹാപിളെ, ഒപ്പം RSS നേതാക്കളായ
ആർ എസ് നേതാക്കളുമായ കൂടിക്കാഴ്ച, ആർ എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയത്തിൽ ദത്താത്രേയ ഹെസബോളെ, ആർ എസ് നേതാവ് റാം മാധവ് എന്നിവരെ ദിവസങ്ങളുടെ ഇടവേളകളിലാണ് ADGP കാണുന്നത്. അത് വിവാദമായി ഇതോടുകൂടി തന്നെയാണ്. നേരത്തെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവാണ് ഈ വിഷയത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നത്. അത് നിഷേധിക്കാൻ ഒരു പരിധിവരെ ആരും തയ്യാറായില്ല എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ പ്രതിപക്ഷവും CPM-ലെ തന്നെ LDF-ലെ തന്നെ ഘടകകക്ഷികളും അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായാണ് ADGP RS നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. രാഷ്ട്രീയ വിഷയമാണെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും CPI ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. എന്നാൽ അന്വേഷണം കഴിയുന്നതുവരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. തൃശൂർ പൂരം കലങ്ങിയ വിഷയത്തിൽ ADGP-ക്ക് വീഴ്ച പറ്റിയെന്ന് DGP ദർവേഷ് സാഹിബ് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതും ഇതിനോട് ചേർത്ത് വെക്കണം. ഈ അന്വേഷണമാണ് ഇപ്പോൾ രണ്ടാമതും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് M. വിൻസെന്റ് MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു.